നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ പതിവ് പോലെ യു.ഡി.എഫിലെ പോരു തുടങ്ങി. ഇന്നലെ വരെ യു.ഡി.എഫിന്റെയും കോൺഗ്രസിന്റെയും രക്ഷകനായി അവതരിച്ച പി.വി. അൻവർ തന്നെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ ആദ്യമേ തള്ളിപ്പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെതിരെ കടുത്ത ആരോപണമാണ് ഇന്നലെ പി.വി. അൻവർ ഉന്നയിച്ചത്. ആര്യാടൻ ഷൗക്കത്ത് ഒരു ഘട്ടത്തിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഈ ആഗ്രഹവുമായി CPM നേതൃത്വത്തെ സമീപിച്ചിരുന്നുവെന്നും അൻവർ ആരോപിച്ചു. ഷൗക്കത്തിന്റെ ആവശ്യത്തെ തുടർന്ന് ഇക്കാര്യം CPM പാർട്ടി തലത്തിൽ ചർച്ച നടത്തിയെന്നും എന്നാൽ ചർച്ചയിൽ ഷൗക്കത്തിന് അനുകൂലമായ നിലപാട് ഉണ്ടാകാതിരുന്നതിനാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വഴി അടയുകയായിരുന്നുവെന്നും ആയിരുന്നു അൻവർ ആരോപണം ഉയർത്തിയത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ മറുപക്ഷത്തേക്ക് പോവുകയും പിന്നീട് തിരികെ വരികയും ചെയ്ത നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇക്കാര്യം കോൺഗ്രസിലെ എല്ലാവർക്കും അറിയാമെന്നും നിലമ്പൂരിൽ ഇതുകൊണ്ട് തന്നെ ഷൗക്കത്തിനെതിരായ വികാരം ഉണ്ടെന്നുമായിരുന്നു അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ളൊരു ശ്രമം കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നതാണ്. കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. CPM അത് കൺസിഡർ ചെയ്യുകയും പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഒരു കാരണവശാലും CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നിലമ്പൂരിലെ മുഴുവൻ LCയും ACയും എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നീട് അതിന് പിൻവാങ്ങുന്നത്. ഇതോടെ നിലമ്പൂരിൽ ആദ്യമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മേൽക്കൈ നേടാൻ ശ്രമിച്ച UDF തുടക്കത്തിൽ തന്നെ പ്രതിസന്ധിയായ അവസ്ഥയിലായി. കെ സുധാകരൻ ഒഴികെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ അൻവറിനെ പിന്തുണച്ച് രംഗത്തു വരുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. അൻവറിനെ ഒപ്പം ചേർക്കണമെന്ന് ഇത് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വം ആര്യാടൻ ഷൗക്കത്തിൽ ഉറച്ചു നിന്ന് തന്നെ മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം അൻവറിനെതിരായ നിലപാടിൽ ഉറച്ചുനിന്ന് മുന്നോട്ട് പോയാൽ സുധാകരനും നിലപാട് മാറ്റുമെന്നുറപ്പ്. അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചാലും അത് UDFിനെ ബാധിക്കില്ലെന്നും സുധാകരൻ തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത് തന്നെ സുധാകരൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കില്ല എന്നതിന്റെ സൂചനയാണ്. ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ട അൻവർ ആകട്ടെ കാര്യമായൊന്നും തുറന്നു പറയാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തയ്യാറായതുമില്ല. 2 ദിവസത്തിനുള്ളിൽ UDFിൽ ഘടകകക്ഷിയാക്കിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കുമെന്നാണ് നിലവിൽ അൻവറിന്റെ നിലപാട്. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനെതിരെ പരസ്യമായി രംഗത്തു വന്ന സ്ഥിതിക്ക് അൻവറിന് ഇനി UDFിലേക്കുള്ള പ്രവേശനം ഏറെക്കുറെ അസാധ്യമാകും. ഷൗക്കത്തിനെതിരായ അൻവറിന്റെ ആരോപണത്തിനെതിരെ AP അനിൽകുമാർ രൂക്ഷമായാണ് പ്രതികരിച്ചത്. അൻവറിന്റെ പ്രതികരണം നിരുത്തരവാദപരമെന്നായിരുന്നു അനിൽകുമാർ പറഞ്ഞത്. ഏതായാലും കോൺഗ്രസ് നേതാക്കളിൽ നിലവിലേതാണ്ട് എല്ലാവരും ശക്തമായി എതിർക്കുന്ന സ്ഥിതിക്ക് അൻവറിന്റെ നില പരുങ്ങലിൽ ആവുകയാണ്. അൻവറിന് ഇപ്പോഴും ആകെയുള്ള ബന്ധം മുസ്ലിം ലീഗ് നേതാക്കളുമായാണ്. അവരാണെങ്കിൽ കോൺഗ്രസിന്റെ സ്വന്തം സീറ്റായ നിലമ്പൂരിൽ അൻവറിനു വേണ്ടി കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറുമല്ല.